ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു റമദാൻ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത്. എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ മുമ്പ് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തതാണ്. അതിനിടയിൽ പെയിൻറ്റ് കഴിഞ്ഞു പോയി, അതാണ് അതിനകത്ത് കാണുന്നത്. അത് കുഴപ്പമില്ല, ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്യുമ്പോൾ അത് മറഞ്ഞിരുന്നോളും. അതിൻ്റെ മേലെ വെക്കാനായിട്ട് ഞാനൊരു മരുന്നിൻ്റെ ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെറിയ ഒരു റൗണ്ട് ഷേപ്പുള്ള ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അത് എനിക്ക് ലാസ്റ്റ് ഒരു ഉഗ്രം പണി തന്നു. അത് വീഡിയോയുടെ അവസാനം കാണാൻ പറ്റുന്നതാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കുന്നവർ കുറച്ചുകൂടി നല്ല റൗണ്ട് ഷേപ്പുള്ള ബോട്ടിൽ മേലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോഴാണ് അതിന് കൂടുതൽ ഭംഗി വരിക. അതുകൂടാതെ ഞാനൊരു സ്വീറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ കാർഡ്ബോർഡ് ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ എടുത്തിരിക്കുന്ന വലിയ ബോട്ടിലിൻ്റെ മേലെ ഇത് രണ്ടും മാസ്കിംഗ് ടാപ്പ് വെച്ച് നന്നായി ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് ഗ്ലൂവും വെള്ളവും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഒറ്റൊരു ലെയർ മാത്രമേ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ടിഷ്യൂ പേപ്പറിലാണ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഇതേപോലുള്ള എന്തെങ്കിലും ഒരു ഷീറ്റ് ഉപയോഗിച്ച്, കാർഡ്ബോർഡ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കുറച്ചിപ്പോൾ ഡ്രോയിങ് ബുക്കിൻ്റെ ഒക്കെ കവർ അങ്ങനെയുള്ളത് എടുക്കാം. അത് വെച്ച് നമുക്കിതിൻ്റെ മേലെ ഒരു മേറാപ്പ് പാറ്റേണിലുള്ള ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് അതിൻ്റെ താഴെ, കുപ്പിയുടെ താഴെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മേലെ ഈ ഒരു ഡിസൈൻ കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇത് മഹലിനൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മോസ്കിനൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ടൈപ്പ് പാറ്റേൺ ആണ്. ഇതിൻ്റെ നടുഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുത്ത ആ ഒരു ഷേപ്പ് കണ്ടപ്പോൾ എനിക്കിതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ വെട്ടി ഒട്ടിച്ചു കൊടുക്കാൻ തോന്നി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ മേലെ ഒട്ടിക്കാനായിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു റെക്റ്റാങ്കിൾ പീസസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നേരത്തെ ഒട്ടിച്ച ആ ഒരു പാറ്റേണിൻ്റെ മേലെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മേലേക്ക് പോകുന്ന ഭാഗത്ത് ഒട്ടിക്കാനായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പീസിൽ ഞാനൊരു
2-3 ജാലി ടൈപ്പ്, അതായത് വിൻഡോ ടൈപ്പ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ വിൻഡോ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. ഇനി ഈ ഒട്ടിച്ചതിൻ്റെ മേലെ അവിടെ എവിടെയായിട്ട് നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പരിപ്പ് ഒട്ടിച്ചു കൊടുക്കാം. പരിപ്പ് ഒട്ടിച്ചതിൻ്റെ മേലെ കൂടെയും വീണ്ടും ഗമ്മ് തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇളകിപ്പോരാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് നുറുക്ക് ഗോതമ്പാണ്, ബ്രോക്കൺ വീറ്റ്. ഇതാണ് ഞാനിപ്പോൾ ഈ ഡോറിനും ആ വിൻഡോ സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും പരിപ്പോ പയറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഷീറ്റ് വളരെ തിൻ ഷീറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇതിന് പകരം പരിപ്പോ പയറോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വല്ലാതെ പ്രൊജക്റ്റ് ചെയ്ത് നിന്ന് ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവർ ഇതിന് പകരം ഇപ്പോൾ കാർഡ്ബോർഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, കുറച്ച് തിക്കായിട്ടുള്ള കാർഡ്ബോർഡൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് പരിപ്പോ പയറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഒട്ടിച്ചതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി മുഴുവനായിട്ടും വൈറ്റ് അക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കളർ ഡാർക്ക് ഗ്രീനിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് എടുത്തിരിക്കുന്നത്.
അത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്യുന്നില്ല. ടിഷ്യൂ പേപ്പർ മാത്രം ഇരിക്കുന്ന ഭാഗത്ത്, അതായത് നമ്മൾ നേരത്തെ ഒട്ടിച്ച ഷീറ്റും ദാലും ഒഴിവാക്കിയിട്ട് പിന്നെ മേലെയുള്ള ആ ഒരു മിനാരം പോലെയുള്ള ഭാഗവും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രീൻ മുഴുവനായിട്ടും ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ആ കാർഡ്ബോർഡ് ഒട്ടിച്ച ഭാഗത്ത് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 1-2 ലെയർ കൊടുക്കേണ്ടി വരും, അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി പൂർണ്ണമായും കിട്ടുന്നുള്ളൂ. ബ്രോക്കൺ ബീറ്റ് ഒട്ടിച്ച ഭാഗത്ത് ഞാൻ സിൽവർ കളറാണ് കൊടുക്കുന്നത്. മുകളിൽ മിനാരം വരുന്ന ഭാഗത്തും ഞാൻ ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഒരു സ്റ്റാറും ചന്ദ്രക്കലയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ സ്വീറ്റ് ബോക്സിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ മിനാരം വരുന്ന ഭാഗത്ത് ഞാൻ വീണ്ടും ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് കുറച്ചുകൂടി റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ആദ്യത്തേത് എനിക്ക് അത്രക്ക് ഭംഗി തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു പണി കിട്ടിയെന്ന്. ട്രൈ ചെയ്ത് നോക്കുന്നവർ കുറച്ചുകൂടി ഉരുണ്ട ബോട്ടിലെടുക്കുക, അപ്പോൾ അതിന് നല്ല ഭംഗി ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ മാത്രം പോരാ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്